ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനുസരണ എന്നതിൽ ലോകം ഞെട്ടിത്തെറിച്ച അനുസരണയാണ് ഇബ്രാഹിം നബി മകനെ അറുക്കാൻ കാണിച്ച അള്ളാഹുവോടുള്ള അനുസരണ. അതിനുവേണ്ടി മകൻ വിധേയത്വം കാണിച്ച അനുസരണ. ഇനി നമ്മുടെ അനുസരണ അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കാൻ, അള്ളാഹിനെ റസൂലിനെയും കൂടി അനുസരിക്കാൻ എന്നതിനെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി അതിനെ വീണ്ടും കൺവെർട്ട് ചെയ്തിട്ട് പറഞ്ഞു റസൂലിനെ മാത്രം അനുസരിച്ചാൽ മതി. അപ്പോഴോ അള്ളാഹിനെ അനുസരിക്കലായി. ഇത് ആയത്താണ്, ഖുർആന്റെ ആയത്താണ്. കാരണം റസൂല് പറഞ്ഞത് അള്ളാഹിനെ അനുസരിക്കാനാണ്. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്, ടോട്ടലി പറഞ്ഞത് നമ്മളുടെ അനുസരണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അത്ഈഉല്ലാഹ വഅത്ഈഉർ റസൂൽ ഫഇൻ തവല്ലൂ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. റസൂലിനെ അനുസരിക്കാൻ എന്തൊരു അനുസരണ. മദീനത്തെ പള്ളിയിൽ നിന്നും ഒരു വിളി വന്നു. ഒരിക്കൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, അലൈക്കും ബിൽ മജ്ലിസ്, അലൈക്കും ബിൽ മസ്ജിദ്. എല്ലാവരും വേഗം പള്ളിയിലേക്ക് വരണേ. ഒന്ന് പതുക്കെ പറഞ്ഞാൽ മതി, കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിക്കുന്ന ഒരു അനുസരണ. ചില അനുസരണ അങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ജബൽ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഒരു മനുഷ്യൻ ഒന്നേ വിളിച്ചു ഹജ്ജിന് വരാൻ. അത് കേട്ടവർ അനുസരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ വർഷവും പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലക്സുകൾ വെച്ച് ഹജ്ജിന്റെ ടൈമായി ഈ കൊല്ലം ആദായ രീതിയിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാം, ഓഫർ കൊടുക്കണ്ട. ഒഴുകാണ്. എന്തുകൊണ്ട്? ആ ഒരൊറ്റ മനുഷ്യന്റെ വിളിയുടെ ശക്തിയാണ്. ആ വിളിയിൽ ഒരു സൃഷ്ടി കാട്ടുന്ന അനുസരണയാണ് സയ്യിദുനാ ഇബ്രാഹിം. ആ നാവ് പൊന്നാ. ആ നാവ് കൊണ്ടല്ലേ ആ അനുസരണയ്ക്ക് വേണ്ടിയുള്ള വിളിയെ, ആ അനുസരണയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനത്തെ അള്ളാഹു നിയോഗിച്ചത്. ഒരു വല്ലാത്ത വിളി, അനുസരണ, വല്ലാത്ത അനുസരണം. അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ എല്ലാം അനുസരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ എല്ലാം അനുസരിക്കും. റബ്ബിന് തഖ്വ ചെയ്തു എന്നാൽ പിന്നെ രാജാക്കളും അടിമപ്പെടുന്നതു തന്നെ. എല്ലാവരും വഴിപ്പെട്ടു പോകും. അള്ളാഹുവിനനുസരിച്ചാൽ ഭയപ്പെട്ടു പോകും. അവനെ ഏതൊരു വസ്തു, അത് ആന, കടുവ, സിംഹമെന്നാൽ തന്നെയും. അങ്ങനെയാണ് സുഫൈന റളിയല്ലാഹു അൻഹ സഞ്ചരിച്ച കപ്പൽ തകർന്നു. ഇമാം ഹക്കീമിന്റെ മുസ്തദരക്കിലുണ്ട്, ഒരു മരക്കഷ്ണം കിട്ടി അതിൽ കമിഴ്ന്നു കിടന്നു. അതിങ്ങനെ ഓളത്തിൽ ഒഴുകി വന്നു. ഒരു ദ്വീപിലേക്കെത്തി. ദ്വീപിൽ ഒരു വലിയ സിംഹമുണ്ട്. ദിവസങ്ങളായി അവൻ ഭക്ഷണം കഴിച്ചിട്ട് അവനിങ്ങനെ കാത്തു നിൽക്കാ കരയോട് ചേർന്ന്. എന്തിനാണെന്നറിയുമോ? ഒഴുകി വരുന്ന ഇരയെ തിന്നാൻ. പക്ഷെ ഒഴുകി വരുന്നത് മഹ്ദിയായ സുഫൈന റളിയല്ലാഹു അൻഹ. മഹ്ദി അവറുകളാണ്. ഇമാം ഹാക്കിമിന്റെ മുസ്തദരക്കിൽ ഹദീസുണ്ട്, മഹ്ദി അവറുകളെ കണ്ടതോടുകൂടെ സിംഹം മുരടി മാറി നിന്നു. ഒരു അലർച്ച ഉണ്ടല്ലോ, ഒരു ശബ്ദം. എന്നിട്ട് പറഞ്ഞു എനിക്ക് പോകേണ്ടിടത്ത് നീ എത്തിക്കണേ. സിംഹം അതേ തടിയിൽ തന്നെ മഹ്ദി അവറുകളെ കിടത്തിയിട്ട് അതിങ്ങനെ ഒഴുക്കിനോട് നീന്തിയും അരികു പറ്റിയും നിന്നുകൊണ്ടതിങ്ങനെ തുഴഞ്ഞു കൊടുത്തു. അവസാനം ഒഴുകി ഇനി കരയുടെ യഥാർത്ഥ ഭൂമിയിലേക്കെത്താൻ, കര പറ്റാനുള്ള ഒഴുക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു മുരടൽ, ഒരു യാത്ര പറയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടുവെന്ന് മഹ്ദി അവറുകൾ പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ശകലങ്ങളിൽ കാണാം. അനുസരണയാണ്. എല്ലാവരും അനുസരിച്ചേ പറ്റൂ. എല്ലാവരും അവനനുസരിച്ചേ പറ്റൂ. എല്ലാവരും അവനെ പേടിച്ചേ പറ്റൂ. എല്ലാവരും അവനെ പേടിച്ചേ പറ്റൂ.
അനുസരിച്ചു പോകുമല്ലോ. പള്ളി കയറ്റാൻ പറമ്പ് കൊടുത്തു, ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്തു. അപ്പുവിനെ വിളിച്ച് ഇളനീര് വെട്ടാൻ പറഞ്ഞു. അപ്പു ഇളനീര് വെട്ടി അത് കുടിച്ചു. ഒന്നും പറഞ്ഞതില്ല. ആ മുഖത്ത് നിന്നും പുറത്തേക്ക് വന്ന ഒരു പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശമായി ഇപ്പോൾ ഇവിടെ ചൈരമാൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ സംവാദത്തിന്റെ വാചാലത, ആ മുഖത്തിന്റെ പ്രകാശം മഹാനായ മാലിക് ബിൻ ദീനാർ, മഹാനായ മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുമാ, ആ മുഖത്തിന്റെ ഒരു പ്രസന്നതയുണ്ടല്ലോ, ആ ചിരി പറയുന്ന 1000 പ്രഭാഷണമുണ്ടല്ലോ, ആ നിശബ്ദത നിറഞ്ഞ മുഖത്തിന്റെ വാചാലതയുണ്ടല്ലോ. ചക്രവർത്തി കലിമ ചൊല്ലാൻ ഇനി അവിടെ ഒരു പ്രഭാഷണം വേണ്ട. ആ മുഖത്ത് നിന്നും പ്രസരിക്കുന്ന വെളിച്ചം ഹൃദയത്തിന്റെ അകത്തൊരു വിശാലത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കണ്ടാൽ മതിയേ, ഒന്ന് നോക്കിയാൽ മതി. ഇമാം ഗസാലി ചില മഹാന്മാരെ നമ്മുടെ ഈ വിഷയത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് വരാം. ഏതായാലും നമ്മോട് പറഞ്ഞു, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണേ. ഫൈൻ തവല്ലൗ, നിങ്ങളെങ്ങാനും അനുസരിക്കാതെ പുറംതിരിഞ്ഞു നടന്നാൽ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും, അനുസരിക്കാൻ പറയാൻ വന്ന നബിക്ക് പറയലേ ഉള്ളു ബാധ്യത. ആ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞു. ആ ബാധ്യത നിർവഹിച്ചോ എന്ന് ചോദിക്കും ഹബീബിനെ. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്താണ് ഞാൻ ഇത് ഓതിയത്. ആരാണ് ഈ ആയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഇപ്പൊ ഓതിയതെന്നറിയുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇഖ്റഅ അലയ്യ, പൊന്നുമോനെ ഒന്ന് ഓതിയേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഞാൻ തിരിച്ചു ചോദിച്ചു, അഖ്റഅ അലൈക, ഞാൻ അങ്ങേക്ക് ഓതിത്തരണോ? അലൈക ഉൻസില, ഇഖ്റഅ ബിസ്മിയുടെ നായകരെ, അങ്ങേക്ക് ഞാൻ ഓതിത്തരണോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇന്നി അസ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാൾ ഓതുന്നതും കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാ നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ഞാൻ ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാ 39-40 ആയത്തുകളിലേക്ക് എത്തിയപ്പോൾ ആയത്ത് പിന്നെ പറയുന്നത് മഹ്ശറയാ, മഹ്ശറയിലെ വിചാരണ. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. എല്ലാ നബിമാരെയും വിസ്തരിക്കും, അങ്ങയെയും വിസ്തരിക്കും. അങ്ങനെ ഒരു മഹ്ശറ വരാനുണ്ട് നബിയേ എന്ന് പറയുന്ന ഖുർആന്റെ സൂറത്തുൻ നിസാഇന്റെ ആയത്ത് കേട്ടു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അംസിക് അംസിക് അംസിക്, നിർത്തുമോനെ നിർത്തടോ. ഫറഅയ്തു ഐനൈഹി തദ്റുഫാനി, മഹ്ശറയിലെ അവിടുത്തെ വിചാരണയെ പറയുന്ന ആയത്ത് കേട്ട് അവിടുന്ന് കരയുന്ന കണ്ണുനീര് കുതിർന്ന് വീഴുന്നതും, അവിടുന്ന് കുതറി കുതറി, അവിടുന്ന് വിതുമ്പി വിതുമ്പി ആ ചുണ്ടുകൾ തേങ്ങി തേങ്ങി കരയുന്നതും ഞാൻ കണ്ടു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവിടുത്തെ വിചാരണ ചെയ്യും എത്തിച്ചു കൊടുത്തില്ലേ? പള്ളി നടയിൽ എത്തിച്ചില്ലേ? എത്തിയിട്ടുണ്ടല്ലോ. എവിടെയാ എത്താത്തത്? നമ്മൾ അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു അള്ളയുള്ളതായി? നമ്മൾ അറിഞ്ഞില്ലേ ഒരു ഹയ്യ അല സ്വലയുടെ ധ്വനി? നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്നാണ്, നിസ്കരിക്കണമെന്നാണ്. നമ്മൾ അറിഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിൽ നോമ്പ് ഫർളാണെന്ന്? അറിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾക്ക് പറയാം, അറിഞ്ഞില്ല എന്ന് നമുക്ക് നിഷേധിക്കാവതല്ല. കാരണം എന്താ? അറിഞ്ഞതിനെ സാക്ഷി പറയാൻ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ കോടതിയിൽ കയ്യ് സംസാരിക്കുമെന്ന് ഖുർആൻ. ഉസ്താദെ, കയ്യ് വർത്താനം പറയണെങ്ങനെ? പാമ്പിന്റെ ചെവി അതിന്റെ തൊക്കാണ്, തൊലിയാണ്. കേൾക്കാനത്, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നടക്കാനത് അതിന്റെ തൊലി ഉപയോഗിക്കുന്ന സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹ്. മൂക്കുള്ളത് മണം പിടിക്കാൻ, ശ്വസിക്കാൻ. എന്നിട്ടും കയ്യ് ചെയ്യുന്ന പണി മൂക്കുകൊണ്ട് ചെയ്യുന്ന ആന.
അത് നടത്താൻ അല്ലാഹു ഈ ഭൂമിയിൽ നമ്മുടെ മുന്നിൽ അത്ഭുതത്തിന്റെ ആ ഒരു ക്രമീകരണം നടത്തിയ അല്ലാഹ് തന്നെ മഹ്ശറയിൽ ഇനി നാവ് മിണ്ടണ്ട, കയ്യ് മിണ്ടിയാൽ മതി എന്ന സംവിധാനം കൊണ്ടുവരികയാണ്. കയ്യേ, നീ പറഞ്ഞതിന് ഞാൻ സാക്ഷിയാണ്. വതശ്ഹദു അർജുലുഹും, കാല് സാക്ഷി പറയുമെന്ന് ഖുർആൻ. അള്ളാന്റെ ഹബീബിനെ എത്തിച്ചു കൊടുക്കലാ വഴിയുള്ളൂ. എത്തിയത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. എങ്ങനെ അള്ളാനെ അനുസരിക്കാം? അള്ളാനെ അനുസരിക്കണമല്ലോ. അള്ളാനെ അനുസരിക്കാൻ കേട്ടോളൂ, മയ്യുതുഇർ റസൂൽ ഫഖദ് അതാഅ അല്ലാഹ്. മയ്യുതുഇർ റസൂൽ ഫഖദ് അതാഅ അല്ലാഹ്. റസൂലിനെ അനുസരിച്ചാൽ മതി, അല്ലാഹുവിനെ അനുസരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീദാ. ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ ആ ആളുടെ പിന്നാലെ പോയി വലിച്ചിഴച്ചു കൊണ്ടുവരാൻ അങ്ങയെ ഏൽപ്പിച്ചിട്ടില്ല നബിയേ. പള്ളിയിൽ നിന്നും പ്രഖ്യാപനം വന്നു, എല്ലാവരും പള്ളിയിൽ വരണേ, അങ്ങനൊരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ ശക്തി നോക്കണേ. എല്ലാവരും ഓടിയോടുത്തുന്നോടി. പിന്നെയും ഓട്ടമാണ്, കിതച്ചു വര. നാം അനുഭവിക്കുന്ന ഈ വെയിലിന്റെ ചൂടല്ല. പരിശുദ്ധ മസ്ജിദുൻ നബവി ഭൂമധ്യരേഖയുടെ ഏറ്റവും ഉഷ്ണം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭൂമിയുടെ ജോഗ്രഫിക്കലായ മെത്തേഡിൽ ഏറ്റവും ഉഷ്ണമുള്ള ഭാഗം പരിശുദ്ധ മദീന. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം ഈ തെപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കൊച്ചു പള്ളിയിലേക്ക്, തേനീച്ച കൂട്ടിലേക്ക് തേനീച്ച പറന്നു വരുന്ന പോലെ എല്ലാവരും വന്ന് അടുത്തടുത്തിരിക്കാൻ, ആ ചൂടത്തും എല്ലാവരും തിങ്ങി നിറയാൻ, മസ്ജിദുൻ നബവിയുടെ അകത്തളം വീർപ്പുമുട്ടാൻ. ഓരോരുത്തർ ഓടുമ്പോൾ ഏത് ഓട്ടത്തിലും ആദ്യം വന്നുകൊണ്ട് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ഔസ് ബിൻ അസ്വദ് അന്ന് അകലെയായി പോയി. വിളി കേട്ടത് അവസാനമായി പോയി. ഔസ് ബിൻ അസ്വദ് ഓടി വന്നു. സ്വഹാബികൾ പള്ളി നിറഞ്ഞപ്പോൾ അലൈക്കും ബിൽ മജ്ലിസ്, അവിടെ ഇരിക്കൂ എന്ന പ്രഖ്യാപനം അകത്തു നിന്നും ലോകത്തിന്റെ ചക്രവർത്തിയെ നബിയുനാ റസൂലുള്ളാഹി. ആ ശബ്ദവീജികൾ കേട്ടത് പൊരിവെയിലത്ത് പുറത്തു നിന്ന്. ഔസ് ബിൻ അസ്വദ് അവിടെ ഇരുന്നു. പൊള്ളലൊന്നും പ്രശ്നമല്ല. മഹാനവറുകൾ ആസ്വദിച്ചു കേട്ടു പള്ളിയുടെ അകത്തെ ഉപദേശത്തെ. ഒരു പരാപരമായ ചെറിയ ശബ്ദത്തിൽ, പുറത്തേക്ക് വന്ന ചെറിയ ശബ്ദത്തിൽ മഹാനവറുകൾ സശ്രദ്ധം കേട്ടു, സന്തോഷിച്ചു. ആ പ്രാർത്ഥനയിൽ കരഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞു സദസ്സ് വിരിഞ്ഞു. അകത്തേക്ക് കയറി ചെന്ന കൈത്തൊണ്ടൊന്ന് അമർത്തിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തിട്ടൊന്ന് സലാം പറഞ്ഞ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പുണ്യം നുകർന്നിട്ട് പോവണമെന്ന് കരുതി പുണ്യപ്പൂമാന്റെ മുന്നിലേക്ക് മെല്ലെ മെല്ലെ ഔസ് ബിൻ അസ്വദ് ചെന്നു. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എപ്പോഴും മുന്നിൽ കണ്ട മോനെ ഇന്ന് മുന്നിൽ കണ്ടില്ലല്ലോ. വന്നു നബിയെ ഇരിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തായിരുന്നു, അവിടെ അങ്ങ് ഇരുന്നു പോയി. അതിനപ്പുറത്തേക്ക് ചലിക്കാൻ എനിക്ക് അനുവാദമില്ലല്ലോ, അങ്ങയെ അനുസരിക്കണമല്ലോ. റസൂലുള്ളാഹി സന്തോഷിച്ചു പോയി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവിന്റെ ഹബീബ് അണച്ചു പിടിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, ലൈസ ബി ഔസ് അന്ത മുതീഅ്. നിന്റെ പേര് ഔസ് എന്നല്ല, നിന്റെ പേര് ഞാൻ മാറ്റി അള്ളാന്റെ റസൂലിനെ അനുസരിച്ചവൻ എന്ന അർത്ഥമുള്ള മുതീഅ് എന്നാണ് നിന്റെ പേര്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബായ നബിയെ അനുസരിച്ചു. രസകരമായ ഹദീസ് ഞാൻ പറയാം. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുന്നവരാ നമ്മൾ. ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം. അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി അനുസരിക്കണമെന്ന് പറഞ്ഞോടത്ത് നമുക്ക് നിർബന്ധമായതും സുന്നത്തായതുമൊക്കെ ഹബീബായ നബി തങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കാം. സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കാം. കേട്ടോളൂ, എന്ത് രസകരമായാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യാത്രയാ. അപ്പോഴാണ് ഈ ഹദീസ് പിറക്കുന്നത്. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഈ ഹദീസ്. മുആദ് ബിൻ ജബൽ എന്ന സ്വഹാബി റസൂലുള്ളാഹിയുടെ കൂടെ യാത്രയില സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഈ ഹദീസ് ജന്മമെടുക്കുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഹബീബിന്റെ കൂടെ യാത്രയാ. ഇന്നലെ രാത്രി മുഴുവൻ യാത്ര. സുബഹയുടെ നേരമായപ്പോൾ ഫഅസ്ബഹതു യൗമൻ ഖരീബൻ മിൻഹു. അന്ന് സുബഹയുടെ നേരമായപ്പോൾ നബിയോട് ഞാൻ ചേർന്ന
ആ ഒരു അവസരം അതിന് മുമ്പൊരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ചേർന്നിരിക്കാൻ എനിക്ക് കിട്ടിയപ്പോ, അള്ളാന്റെ ഹബീബിനോട് പലതും ചോദിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ, ഞങ്ങൾ യാത്രയിലാണ്, വനഹനു നസീർ, ഞങ്ങളിപ്പോഴും യാത്രയിലാണ്, എന്നാലും ഹബീബിനോട് ചേർന്നിരിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ ഞാനത് കളഞ്ഞില്ല. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനീ ബിഅമലി യുദ്ഖിലുനിൽ ജന്ന. നബിയേ, ഒരു അമല് കൊണ്ട് സ്വർഗത്തിൽ പോവാൻ പറ്റുമോ നബിയേ? ആ ഒരു അമല് കൊണ്ട് നരകത്തിൽ നിന്ന് അകലാൻ പറ്റുമോ? അങ്ങനെ വല്ല ഒറ്റ അമലുണ്ടോ നബിയേ? ഒരു വല്ലാത്ത ചോദ്യം കേട്ടോ. ഒരുപാട് അമല് നമുക്ക് ചെയ്യാനുണ്ട്, എന്നിട്ട് തന്നെ സ്വർഗത്തിന്റെ ഒരു ഉറപ്പുള്ളതല്ല. ഒരുപാട് അമല് ചെയ്യാനുണ്ട്, എന്നാൽ സ്വർഗം ഉറപ്പില്ല. ലൻ യുദ്ഖില അഹദന അമലുഹുൽ ജന്ന എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് അള്ളാഹു പറഞ്ഞു വിടൂല എന്നാ പറഞ്ഞത്. വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അതുപോലെയാണോ? അമല് ചെയ്താൽ സ്വർഗത്തിൽ പോവില്ല എന്നതിൽ അങ്ങും നിയമത്തിൽ സമനാണോ? സമമായി നിൽക്കുന്ന ആളാണോ? വലാ അന, ഞാനും അമല് കൊണ്ട് സ്വർഗത്തിലേക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഫള് റഹ്മത്ത് കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും സ്വർഗത്തിലേക്കില്ല. അമല് കൊണ്ട് സ്വർഗമില്ല എന്ന് പറഞ്ഞ നബിയോട് സ്വഹാബി ചോദിക്കാൻ, നബിയെ, നരകത്തിൽ നിന്നും അകന്ന് നിൽക്കുകയും വേണം, സ്വർഗത്തിലേക്ക് കയറുകയും വേണം, അതിന് പറ്റിയ ഒരു അമലുണ്ടെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, ലഖദ് സഅൽതനി അൻ അളീം. നല്ലൊരു ഹാലിലിരിക്കുമ്പോൾ, നല്ലൊരു സന്തോഷത്തിലിരിക്കുമ്പോൾ നബിയോട് ചേർന്നിരിക്കാൻ കിട്ടി, എന്തും ചോദിക്കാൻ പറ്റിയ ഒരു അവസരത്തിലാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, മോനെ, നീ ചോദിച്ചത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമൊന്നുമല്ല നീ ചോദിച്ചത്. അൻ അളീം, ഒരു വലിയ കാര്യം. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു വലിയക്കോട്ട കാര്യം നീ പറഞ്ഞു, അനല്ലേ ഒരു വാക്ക്, വലിയക്കോട്ട എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഒരു വലിയൊരു കാര്യം. ഞങ്ങളുടെ നാട്ടിൽ പറയണേ മതിയായ കാര്യം എന്ന് പറയാം, മതിയായ കാര്യം. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. വരുമ്പോൾ ഒരു മാറ്റയുടെ ഭാഗത്ത് എന്ത് മതിയായത് അങ്ങനെ പറയുന്ന പഴയ ഒരു വർത്താനമുണ്ട്. വലുത് എന്നൊറ്റ വാക്കിനെ എന്ത് പറയും? ഇത്തിരി ആശ്ചര്യം കൂടുമ്പോൾ എന്ത് പറയും? മതിയായത്, മതിയായത് അങ്ങനെ പറയും. പാലക്കാട് ഭാഗത്തേക്ക് ഒരു പെരും കല്യാണത്തിന് പോയി പറയും, അങ്ങനെയുണ്ട്. അതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് അളീം, ഒരു ഭയങ്കര കാര്യം നീ ചോദിച്ചത്. ചെറിയ കാര്യമൊന്നുമല്ല നീ ചോദിച്ചത്, വലിയൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ വലിയ കാര്യമൊന്നും പറയാനില്ല. അള്ളാഹു എളുപ്പാക്കിയത് ആർക്കും എളുപ്പാട്ടും, അതും കൂടി പറഞ്ഞു. അള്ളാഹു നമുക്ക് എളുപ്പാക്കി തരട്ടെ. അള്ളാഹു എളുപ്പമാക്കിയാൽ അത് ആർക്കും എളുപ്പം. അങ്ങനത്തെ ഒരു കാര്യം നീ ചോദിച്ചത്. അള്ളാഹുവിന്റെ തൗഹീദ് നീ അംഗീകരിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ചേരണേ. അള്ളാഹുവിന് ആരാധനയിൽ പങ്കുകാരെ ചേർക്കല്ലേ, ജ്യോത്സ്യരെ സമീപിക്കല്ലേ, കണിയാന്റെ പിന്നാലെ പോവല്ലേ, അമ്പലത്തിലേക്കുള്ള വഴിപാടിൽ കൂടല്ലേ, ശിർക്കിലേക്ക് നീ പോവല്ലേ, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ കൂടണേ. വതുഖീമസ്സലാ, നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കണേ. സകാത്തിന്റെ സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നാൽ കൃത്യമായി അത് നിർവഹിക്കണേ. റമളാനിലെ നോമ്പെടുക്കണേ. ഹജ്ജ് നിർവഹിക്കാനുള്ള സാഹചര്യം ഒത്തിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണേ. അതായത് ഇസ്ലാം കാര്യം 5 ചെയ്താലാണ് എന്താവുള്ളൂ, ഒരാൾക്ക് വേഗം ഈ പറയപ്പെട്ട സ്വർഗപ്രവേശവും നരകത്തിൽ നിന്നുള്ള അകലവും. ഫർളായി പറഞ്ഞത് മുഴുവൻ അങ്ങനെ പറഞ്ഞത്, അതിൽ നിന്നും ഒഴിവായിട്ട് വേറൊരു കുറുക്കുവഴിയില്ല. അങ്ങനെ നീ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, സുമ്മ ഖാല, ഫർള് മുഴുവൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന, ഫർള് മുഴുവൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന 3 അമലുണ്ട് സ്വർഗത്തിലേക്ക് എളുപ്പമാക്കും. അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈരി, സ്വർഗത്തിലേക്ക് എളുപ്പമാക്കാൻ 3 അമലുകൾ അതിനുശേഷം പറയുന്നുണ്ട്. നേട്ടങ്ങളുടെ കവാടം തുറക്കാൻ, ലാഭത്തിന്റെ കവാടം തുറക്കാൻ, വലിയ കൂലിയുടെ പ്രവാഹം ഒഴുകിയെത്താൻ ഒരു വാതിൽ മുട്ടണമെങ്കിൽ അങ്ങനെ ഒരു വാതിൽ തുറക്കാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അസ്സൗമു ജുന്നാ, നോമ്പ് നീ ശ്രദ്ധിച്ചു പിടിച്ചോ. ഫർളായ നോമ്പിന്റെ ഫർളിന്റെ കൂടെ ഒന്നങ്ങോട്ട് കനത്തില് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചോ. തെറ്റുകുറ്റങ്ങൾ വരാതെ അമലുകൾ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടെ. റമളാൻ വരുന്നതിലൊരു സന്തോഷം ഉണ്ടല്ലോ,
റമദാൻ വരുന്നതിൽ സന്തോഷം ഉണ്ടാവണം കേട്ടോ, ഇല്ലെങ്കിൽ സ്വർഗം കിട്ടൂല. റമദാൻ വരുന്നതിൽ സന്തോഷം ഉണ്ടാവണം. ഇതിപ്പോ ഈ ചൂടത്ത് എന്തുകൂട്ട ചെയ്യാല്ല, മഴക്കാലത്ത് റമദാൻ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ അനുഭവിക്കണം നമ്മൾ. 60 വയസ്സ് ജീവിക്കുമ്പോൾ ഏകദേശം ഒരു 50 റമദാൻ നമ്മൾ 50 കോലത്തിലെ പിടിക്കാം. 50 കോലത്തിലാ. റമദാന്റെ നോമ്പൊന്ന് ഇത്തിരി കൂടി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കൂലി കിട്ടുന്നതാണോ അല്ലയോ എന്ന ഒരു പരിശോധന നടത്താൻ ഏതൊരു പ്രവൃത്തിയുടെയും ഒരല്പം മുമ്പ്, ഏതൊരു വർത്താനത്തിന്റെയും ഒരല്പം മുമ്പ് ഇത് കൂലി കിട്ടോ ഇല്ലയോ, ഇതുകൊണ്ട് ഞാൻ ഇടങ്ങാറാവോ, പടച്ചോനെന്നെ ശിക്ഷിക്കോ, ഞാനിത് പറയാൻ പറ്റോ ഇല്ലയോ, ഒന്ന് ആലോചിക്കാനുള്ളൊരു ബോധം, ഒരു വിവേകം മനസ്സിനെ നേരത്തെ പഠിപ്പിച്ചു വയ്ക്കണം. ഇപ്പൊ അവരവിടെ ഇരുന്ന് വർത്താനം പറയണ്ട്, ഞാനിപ്പോ അവിടെ കൂടിയാ ഞാനും അതിനകത്ത് എന്തിനും പറയേണ്ടി വരും. എന്നാ ഇവിടെ നിന്ന് അസ്സലാമു അലൈക്കും പിന്നെ വരാ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്ന് കൂട്ടായി പതുക്കെ പുറത്തേക്ക് കടന്നു പോവാ എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അവിടെ എളുപ്പം. അല്ലെ അവിടെ മറ്റേ ആളെ അവിടെ അറുത്തോണ്ടിരിക്കാരെ അല്ല കാക്കാനെ അവിടെ എന്ത് ചെയ്യാ, പച്ചയിറച്ചി ഒന്നും ഞാൻ പോയാൽ അവിടെ ശരിയാണെന്നെങ്കിലും പറയേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ ഒരു ഹിക്കമത്ത് കാണിക്കുന്നത് കയ്യില് വാച്ച് ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും ഞാൻ പിന്നെ വരാട്ടോ. അപ്പൊ എന്തോ ഇത് പറയാനും നിൽക്കണ്ട, എന്ത് മൂപ്പരെന്തോ തിരക്കുള്ള ആളാ, അപ്പൊ വാച്ചിലേക്ക് നോക്കിയത് പിന്നെ വരായിരിക്കും. വരണോട്ടോ ഒരു കാര്യം സംസാരിക്കാൻ. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മുഴുവൻ കൂലിയുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതൊരു ദിക്റാണ്. ഞാൻ വന്നേക്കാട്ടോ, ഇൻഷാ അല്ലാഹ് അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ വരില്ല. അവര് വിളിച്ചത് ആ ഗീബത്തിൽ കൂടാൻ വേണ്ടിയിട്ട്. അത് മോശമായ വാക്കാണത്, പാപത്തിലേക്ക് ക്ഷണിച്ചതാണ്. ഒരു ഉദാഹരണമാണ്. ഞാൻ ഇനിയിപ്പോ വേറെ അത് ചിത്രീകരിച്ച് പറഞ്ഞതല്ല. ആലോചിച്ച് നോക്കണം. നമ്മുടെ മുന്നില് റമദാനാണെന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നോമ്പൊന്ന് ശ്രദ്ധിച്ചോന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറഞ്ഞു. നോമ്പൊന്ന് ശ്രദ്ധിച്ചേക്കണേ, നോമ്പൊന്ന് ശ്രദ്ധിക്കണം. 3 അമല് പ്രത്യേകം പറയാനുണ്ട്. ഒന്ന് നോമ്പ് ശ്രദ്ധിച്ചോണം, നോമ്പൊന്ന് ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഉപകാരങ്ങൾ ഏറെ ഉണ്ട് കേട്ടോ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതൊരു അമല് പറഞ്ഞു, സദഖയെ കുറിച്ചൊരു ബോധം. പടച്ചോനെ എനിക്ക് സദഖ ചെയ്യാൻ പറ്റണോലോ, എനിക്ക് സദഖയുടെ കൂലി. നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ഇപ്പൊ ഉദാഹരണം നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിരുന്ന ഈ സദസ്സിൽ ഒരാൾക്ക് ഇരിക്കാൻ ഒരു കസേര ഇട്ട് കൊടുത്തു. അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്താൻ അദ്ദേഹം കസേര ഇട്ട് കൊടുത്ത കൂലി എന്നല്ല, അദ്ദേഹം ഒരു സദഖ ചെയ്ത കൂലി എന്ന് രേഖപ്പെടുത്താം. മനസ്സിലായില്ല? ഏതൊരു അമലിന്റെയും ബേസിക് കൂലി, അതിന്റെ പ്രതിഫലം സദഖ എന്ന പാക്കറ്റിലാണ് കിട്ടാം. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം, ഒരു ഉപദേശം കൊടുത്തു, അവിടെ അത് രേഖപ്പെടുത്തുന്ന ഉപദേശം കൊടുത്തു എന്ന ആണയിൽ പോലും അവിടെ വരുന്ന കൂലി സദഖയുടെ പാത്രത്തിലാണ് കിട്ടത്. സദഖ എന്നതാണ് ഏതിന്റെയും ഒരു ബേസിക്. സദഖ വലിയ അമലാണ്, സദഖ വലിയ അമലാണ്, സദഖ വലിയ അമലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മഹാനായ ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സദഖ വലിയ അമലാണ്. മലക്കുകൾ അത്ഭുതപ്പെട്ടു. ഈ ഭൂമി ആടി ഉലയുമ്പോ ഈ ഭൂമിയെ പിടിച്ചു നിർത്താൻ പർവ്വതങ്ങളെ അള്ളാഹു പടച്ചു. പർവ്വതം കണ്ടുവന്ന മലക്കുകൾ, ആടി ഉലയാതെ ഭൂമിയെ പിടിച്ചു നിർത്തിയ പർവ്വതം കണ്ട മലക്കുകൾ അത്ഭുതപ്പെട്ടു. പടച്ചോനെ എന്തൊരു പാറക്കെട്ടുകളാണ്, അത്ഭുതപ്പെട്ടു. ജമ്മു കാശ്മീർ മുതൽ ആസാം വരെ വിശാലമായി കിടക്കുന്ന ഹിമാലയം കണ്ട് മലക്കുകൾ അത്ഭുതപ്പെട്ടു. അത്രയും ചെറിയ ഭൂമിയിൽ ഇത്രയും വലിയ പർവ്വതം. അള്ളാഹു പറഞ്ഞ അത്ഭുതപ്പെടേണ്ട, അതിലും വലിയ സൃഷ്ടിയുണ്ട്. പർവ്വതത്തെ പൊടിച്ചു കളയാനുള്ള ഇരുമ്പിനെ അള്ളാഹു ഭൂമിയിൽ ഇറക്കി. പർവ്വതത്തെ പൊടിച്ചു കളയാണ്, പൊട്ടിച്ചു കളയുന്ന ഇരുമ്പുകളെ കൊണ്ടുവന്നു. കല്ലിനെ പൊട്ടിക്കുന്ന ഇരുമ്പ് വന്നപ്പോ മലക്കുകൾ ചോദിച്ചു, പടച്ചോനെ എന്തൊരു ശക്തമായ സൃഷ്ടിപ്പാണ് ഇരുമ്പിൻ്റെത്. അപ്പൊ അള്ളാഹു ഇരുമ്പിനെ ഉരുക്കാനുള്ള തീയ് പടച്ചു. തീയിൽ ഇരുമ്പ് ഉരുകുന്നത് കണ്ട് മലക്കുകൾ ചോദിച്ചു, പടച്ചോനെ തീ എന്തൊരു ശക്തമായ സൃഷ്ടിയാണ്. അള്ളാഹു തീയിനെ അണച്ച് കളയുന്ന വെള്ളത്തെ പടച്ചു. മലക്കുകൾ വെള്ളം കണ്ടപ്പോ ചോദിച്ചു, പടച്ചോനെ ഇത്രയും കഠിനമായ സൃഷ്ടിപ്പുള്ള തീയിനെ അണച്ച് കളയുന്ന വെള്ളമോ? അള്ളാഹു ആ വെള്ളത്തെ പറത്തിക്കളയുന്ന കാറ്റിനെ പടച്ചു. തിരമാലയെ പറപ്പിച്ചു കൊണ്ടുവരുന്നത് വായുവിലെ മർദ്ദമാണ്, കാറ്റാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തിയാണ്. വെള്ളത്തെ പറപ്പിച്ചു കളയുന്ന കാറ്റിനെ പടച്ചു. അപ്പോൾ മലക്കുകൾ അത്ഭുതപ്പെട്ടു, പടച്ചോനെ എന്തൊരു ശക്തമായ സൃഷ്ടിയാണ്. അള്ളാഹു പിന്നെ സൃഷ്ടിച്ചത് ഇടത്തെ കൈയറിയാതെ വലത കൈകൊണ്ട് സദഖ കൊടുക്കുന്ന മനുഷ്യനെയാ അള്ളാഹു മലക്കുകളുടെ മുന്നിൽ പരിചയപ്പെടുത്തി. ഇതിലൊക്കെ ശക്തി അവന്റെ സദഖ എന്ന അമലിനുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു മലക്കുകളോട്. സയ്യിദുനാ റസൂലുള്ളാഹി ഇബ്നു റജബ് തങ്ങളുടെ ഫത്ഹുൽ ബാരി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഹദീസ് പറയുന്നുണ്ട്,
അപ്പൊ സ്വതക്ക ചെറിയ അമലല്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു, ഇപ്പൊ ഇവിടെ നിന്ന് പോവാണ്, ഈ ഓഡിറ്റോറിയത്തിൽ മാറാമലൊക്കെ പിടിച്ചെടുക്കുന്നത് കണ്ടു. ഞാൻ വെറുതെ പറഞ്ഞാണ്, അങ്ങനെ ഇല്ല, മാറാമലൊന്നുമില്ല. അപ്പോൾ ഉണ്ട് ഒരാൾ പതുക്കെ ഒന്ന് അടിച്ചു വരാന്ന് വെച്ചു. പള്ളിയുടെ മുറ്റത്തേക്കൊന്ന് 2-3 കരിയില കിടക്കുന്നത് വാരി കളയാന്ന് വെച്ചു. അത് ഇബാദത്തിന്റെ കൂലി കിട്ടണമെന്ന് ഓർത്ത് അവിടെ കരിയില വാരി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അത് സ്വതക്കയുടെ പാക്കറ്റിൽ അത് കിട്ടാം, സ്വതക്കയുടെ പാക്കറ്റിലാണ് കിട്ടാം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒന്നാമത്തേത് 3 അമല് കൂടുതൽ ശ്രദ്ധിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം, സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കാം. റമദാനിനത് നമുക്ക് സാധ്യമാണ്. ഈ 3 അമല് റമദാനിൽ സാധിക്കും. ഒന്ന് നോമ്പൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഇസ്ലാം കാര്യങ്ങളുടെ 5 മുആദ് ബിൻ ജബലിനോട് പറഞ്ഞു 3 എടുത്ത് പറയാണ്, മോനെ ഒന്ന് ശ്രദ്ധ കൊടുത്തേക്കണം ആ 3 കാര്യത്തിൽ. ഒന്ന് നോമ്പാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നോമ്പ് എല്ലാം അമലാക്കണം. നോമ്പിൽ നാം ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം അമലാക്കണം. അല്ലാഹു നോമ്പാണ്, ക്ഷീണമുണ്ട്, കിടക്കാണ്, എനിക്ക് നീ കൂലി തരണം കേട്ടോ അല്ലാഹ്, എനിക്ക് വേറെ ഒന്നിനും പറ്റൂല, ഞാൻ അവിടെ പോയി നീ ചീത്തയായ കാര്യങ്ങളിൽ കൂടാൻ പറ്റൂല. ഇപ്പൊ ഖുർആൻ എടുത്ത് ഉറക്കം വരാം, ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ അല്ലാഹ്, ഞാൻ നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഉറങ്ങാണല്ലോ, നോമ്പുകാരനല്ലേ, നീ എന്നെ പരിഗണിക്കണം. അങ്ങനെ ഒരു ആവശ്യം അള്ളാഹുവിനോട് ഇങ്ങനെ തുറന്ന് പറയാം. അള്ളാഹിനോട് വർത്താനം പറയണേ. അള്ളാഹുവിനോട് വർത്താനം പറയൽ കുറവാ. സ്വാഭാവികമായിട്ട് 2 ആളുകൾ തമ്മിൽ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ എന്താവും? അടുപ്പം കൂടും. അള്ളാഹുവിനോടുള്ള വർത്താനം നമ്മുടെ ദുആയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നോടത്ത് അള്ളാഹുവിനോട് നമ്മൾ വർത്താനം പറയലാണ്, അള്ളാഹുവിനോട് സംസാരിക്കലാണ്. ദുആ ചെയ്യുന്ന ആളെ പറ്റി അള്ളാഹു പറഞ്ഞത് അവന്റെ തൊട്ടടുത്ത് ഞാനുണ്ടെന്ന്. അള്ളാഹ് അടുത്തുള്ളവനാരോ അവനാണ് ദുആ ചെയ്യുന്നത്. ഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നെ വിളിച്ച് ദുആ ചെയ്യുന്നവന്റെ ചേർന്ന ഞാനിരിക്കുന്നതെന്ന് അള്ളാഹു പറയാ ഖുർആനിൽ. അത്രയും ചേർന്ന് അള്ളാഹു ഇരിക്കുന്നു. ഈ വർത്താനം മുഴുവൻ കേൾക്കാൻ എന്തും എവിടെയും തുറന്നു പറയാൻ പറ്റിയ ഒരാൾ അല്ലാഹേ ഉള്ളൂ. എന്തും എവിടെയും തുറന്നു പറയാൻ പറ്റിയ ആള് എന്റെ ഭാര്യയാണ് ഉസ്താദ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിവരം അറിയും. എല്ലാം പറയാൻ പറ്റുമോ? പറയാൻ കഴിയില്ല. അല്പസ്വല്പമൊക്കെ ക്ഷമയുള്ള ഭാര്യയാണ് കുറച്ചേരം കേട്ടിരിക്കും. അതിന് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കോളറിന് പിടിക്കും. അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ പരിപാടിയില്ലേ? ഇനി അന്നേരം ഓർക്കില്ല, കുറെ കാലം കഴിയുമ്പോൾ ഭയങ്കര ഓർമ്മയായിരിക്കും. ഇന്നാലിന്ന ഡേറ്റിൽ ഇന്നത് പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കും. അവര് ഭയങ്കര ഓർമ്മശക്തി ആ വിഷയത്തിൽ അവർക്കുണ്ട്. പ്രതികാരബോധം ഇത്തിരി കൂടുതൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് എല്ലാം ഓർമ്മ വരും. നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ അവർ മറക്കൂല. അപ്പൊ എല്ലാം പറയാൻ പറ്റിയ ഒരു ബന്ധം അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ പറയുന്ന ആ വർത്താനത്തെയാണ് ദുആ എന്ന് പറയുന്നത്. ആ ദുആയിലൂടെ അള്ളാഹുലേക്ക് അടുപ്പം സ്ഥാപിക്കാം. ഞാൻ വിശദീകരിക്കുന്നില്ല. 3 അമലൊന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചോണം മോനെ, നിനക്ക് സ്വർഗത്തിലേക്ക് വേഗം കടക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ച ആ 3 അമൽ. 1 നോമ്പൊന്ന് ശ്രദ്ധിക്കണം. 2 രണ്ടാമത്തേത് സദഖയെ ഒന്ന് സൂക്ഷിക്കണേ. സദഖ എന്ന കൂലി കിട്ടാൻ എന്തും ചെയ്യണം. നോമ്പ് തുറയുടെ ഗ്ലാസ് കഴുകി കൊണ്ടിരിക്കുകയാണ് അവിടെ, അങ്ങനെ സങ്കല്പിക്കാം. അല്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളേതായാലും വെറുതെ ഇരിക്കുക, നമുക്ക് പറ്റും, ആരോഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നെന്ത് ചെയ്യാം? അതിലൊന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് സദഖയാ അല്ലാഹു രേഖപ്പെടുത്താ ഒരു ഹദീസ് അനുബന്ധമായി പറയാം. ഇമാം തുർമുദിയുടെ ജാമിഉൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് കാണാം. 7 സദഖ. നമുക്ക് പണം വേണ്ട, 7 സദഖ. തബസ്സുമുക ഫി വജ്ഹി അഖീക ലക സദഖ. സ്നേഹത്തോടെ 2 കൂട്ടുകാരികൾ അങ്ങും ഇങ്ങും ചിരിച്ചു കാണിക്കുന്നത്, സ്നേഹത്തോടെ 2 സഹോദരങ്ങൾ അങ്ങും ഇങ്ങും ചിരിച്ചു കാണിക്കുന്നത് സദഖ. പണം വേണ്ട. പിന്നെ പറഞ്ഞു വഅംറുക ബിൽ മഅറൂഫ്, ഒരാൾക്കൊരു നല്ലത് പറഞ്ഞു കൊടുക്കുക, അത് സദഖ. 3ാമത് പറഞ്ഞു ഒരു ചീത്തയായ കാര്യം ചെയ്യല്ലേ, അത് നിനക്ക് അപകടമാണ് എന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, അത് സദഖ. 4ാമത് പറഞ്ഞു ഒരാൾ നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ ഇന്നാലിന്ന സ്ഥലത്തേക്ക് പോകേണ്ട വഴി എങ്ങനെ എന്ന് ചോദിച്ചു വന്നപ്പോ അയാൾക്ക് വഴി പറഞ്ഞു കൊടുത്തയാൾ പോകേണ്ട റൂട്ട് കൃത്യമായി അറിയിച്ചു കൊടുത്താൽ വഴി പറഞ്ഞു കൊടുക്കൽ 4ാമത്തെ സദഖ. 5ാമത്തെ സദഖ വബസുറുക ലിർറജുലി റദീഇ അൽ ബസുറു ലക സദഖ. ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോൾ അവനോട് നമുക്ക് ആ കാഴ്ചയിൽ ഒരു അനുകമ്പ തോന്നിയാൽ, യതീമായ മക്കളെ കണ്ടപ്പോൾ അവർക്ക് വാപ്പയില്ലല്ലോ, അവരോടൊരു ദയ മനസ്സിൽ ഇങ്ങനെ തോന്നി വന്നാൽ അത് സദഖയാ. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗിയെ കണ്ടാൽ അവനോട് നമുക്ക് തോന്നുന്ന ഒരു അലിവ് മനസ്സിലുണ്ടല്ലോ, അത് സദഖ. 6ാമത്തെ സദഖ വൈമാതതുകൽ ഹജറ വശൗകത വൽ അലമ അനി തുരീഖി ലക സദഖ. വഴിയിലെ തടസ്സങ്ങൾ നീക്കിയാൽ, വഴിയിലെ ഒരു ഉരുളങ്കല്ല്, ഒരു ചെറിയ ഗിയർലെസ് വണ്ടി കയറിയാൽ മറിഞ്ഞു വീഴുമെന്ന് കണ്ടാൽ
സൈക്കിളിൽ പോകുന്നവൻ അത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടാൽ കാലുകൊണ്ട് ആ ഉരുളങ്കൽ അങ്ങനെ തട്ടിമാറ്റൽ സദഖ. ഏഴാമത്തേത് വീട്ടിൽ പാചകം ചെയ്തിട്ട് വിളമ്പി കൊടുക്കുന്നില്ലേ? പാചകം ചെയ്തിട്ട് വിളമ്പി കൊടുക്കുന്ന പരിപാടി സദഖ എന്ന് പരിശുദ്ധ റസൂൽ. ഈ പറയപ്പെട്ട സദഖയൊന്നും പൈസ വേണ്ടാത്തതാ. മുആദ് ബിൻ ജബലിനോട് പറഞ്ഞു, സദഖയാക്കാൻ നോക്കണം, എല്ലാ കാര്യവും സദഖയാക്കാൻ നോക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതാ. മൂന്നാമത്തേത് ശ്രദ്ധിക്കേണ്ടത്, മോനെ, സദഖ കൊണ്ട് വെള്ളം തീയനണച്ച് കളയുന്ന പോലെ അള്ളാഹുവിന് നിന്നോട് എന്തെങ്കിലും കോപമുണ്ടെങ്കിൽ ഈ സദഖ എന്ന കാറ്റഗറിയിലേക്ക് വരുന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്യ വഴി അള്ളാന്റെ കോപം അണഞ്ഞു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, ഇടത്താഴത്തിനെണീക്കുമ്പോ തഹജ്ജുദ് നിസ്കാരം ഉണ്ടായാൽ അതങ്ങ് തുടർന്നു പോകണം നമ്മുടെ മരണം വരെ. തഹജ്ജുദ് നിസ്കാരം നിനക്കുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഈ 3 അമൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി മുആദ് ബിൻ ജബലിനോട് പിന്നെ ഹബീബായ നബി തങ്ങൾ സൂറത്ത് സജദയുടെ ആയത്തങ്ങോതാൻ തുടങ്ങി. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഈ 3 അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നാൽ അവിടെ വെച്ചിരിക്കുന്ന പ്രതിഫലം ആരോടും അവൻ പറഞ്ഞിട്ടില്ല മുആദേ എന്ന് പറയാൻ സൂറത്ത് സജദയുടെ ആയത്തോതി. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ. കണ്ടാൽ കണ്ണ് നിറയും, കണ്ടാൽ കണ്ണ് സന്തോഷിക്കും, മനം തുടിക്കും. അങ്ങനത്തെ ഒരു പ്രതിഫലം അല്ലാഹു വെച്ചിട്ടുണ്ട്. അതിലേക്കെത്താൻ ഈ 3 അമൽ മതി എന്ന് പറയാൻ അങ്ങനെ ഒരു അമലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത്, അങ്ങനെ ഒരു പ്രതിഫലത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത് ഈ 3 കാര്യങ്ങളുടെ ചേർത്ത് മുആദ് ബിൻ ജബലിനോട് റസൂലുള്ളാഹി ഓതി കേൾപ്പിച്ചു. ഒന്നുകൂടി പറയാം. സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കുന്ന 3 അമല്. നോമ്പ് ഒന്ന് ശ്രദ്ധിക്കണം, അതിന് പാളിച്ചകൾ വരാതെ, വീഴ്ചകൾ വരാതെ. 2, ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും എനിക്ക് കൂലി കിട്ടണം, അതായത് സദഖ എന്ന കാറ്റഗറിയിലേക്ക് അല്ലാഹു അത് കബൂലാക്കണമെന്ന ഒരു നിയ്യത്ത്. 3-ാമത്തേത് പാതിരാവിന്റെ തഹജ്ജുദ് നിസ്കാരം. പാതിര വേണ്ട, സുബഹി ബാങ്കിന്റെ 20 മിനിറ്റ് മുമ്പ് എണീറ്റ് ഈസി ആയിട്ട് നടക്കുന്ന കാര്യം അത്. ആ 20 മിനിറ്റിന് 30 മിനിറ്റ് നേരത്തെ ഉറങ്ങിയാൽ മതി, ഒരു ക്ഷീണം ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എത്ര വൈകി കിടന്നാൽ ആ നേരത്തെ എണീക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ശരീരം ശീലിച്ചതനുസരിച്ച് നമ്മൾ ചെയ്യണം. മരുന്നിന്റെ ഡോസ് അനുസരിച്ച് ഉറക്കം കൂടുന്നവർ ഉറങ്ങി തന്നെ അത് പരിഹരിക്കണം. ആ രീതിയിലേക്ക് നമ്മുടെ അമലുകൾ വരണം. ഇനി കേട്ടോളൂ, ഈ രീതിയിൽ സ്വഹാബിയെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു നമുക്കിത് പാലിക്കാൻ തൗഫീഖ് നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഹജ്ജിന് പോവാൻ വേണ്ടി അപേക്ഷ വെച്ച് ഇപ്പോൾ 1 മാസം കീമോയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട സഹോദരനും കുടുംബത്തിനും ഹജ്ജ് പാഴാവല്ലേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, അതുപോലെ പലരും രോഗികളാണ്, ഹജ്ജിന് വേണ്ടി ശ്രമിക്കുന്നു, പാഴാവല്ല അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഹജ്ജ് എളുപ്പമാക്കുക അല്ലാഹ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ദുആ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നീ അവസരം നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ ഹജ്ജുകളും നീ കബൂലാക്കണേ അല്ലാ. പടച്ചറബേ 10-35 വയസ്സ് പ്രായമേ ഉള്ളൂ. ഉറക്കത്തിൽ കിടന്ന് ഒരേ സമയം സ്ട്രോക്കും അതുപോലെ സൈലന്റ് അറ്റാക്കും വന്ന 35 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ അദ്ദേഹം വെന്റിലേറ്ററിലാ. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അല്ലാ. പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ റമളാൻ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ റമളാൻ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ശഅബാനും റജബും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകൾക്ക് ഇരട്ടി പ്രതിഫലം എന്ന പ്രവാഹം നീ തരണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ കൂടിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം കൊടുക്കുമല്ലോ അല്ലാ. നിന്റെ സ്വർഗം നീ ഉറപ്പുവരുത്തുമല്ലോ അല്ലാ. അല്ലാഹുവേ നിന്റെ നരകമോചിതരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ നിന്റെ നരകമോചിതരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗം ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ. നിന്റെ സ്വർഗം വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ അമലില്ല അല്ലാ. നിന്റെ സ്വർഗം വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ തഖ്വയില്ല അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള തഖ്വയുടെ സാഹചര്യവും നീ തരണേ അല്ലാ. ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തതാണ് അല്ലാ. ഞങ്ങളുടെ മനസ്സിലതില്ല അല്ലാ. ഞങ്ങൾ മറന്നു അല്ലാ. പടച്ച റബ്ബേ നിന്റെ അടുക്കൽ അത് മായാത്ത രേഖയല്ലേ അല്ലാ. ആ രേഖയെ നീ മാച്ച് കളയുന്നതിന് നിന്റെ ഹബീബ് ഞങ്ങൾക്ക് പഠിപ്പിച്ച വാക്കാണ് അഫ്വ് എന്ന്. അല്ലാഹുമ്മ ഇന്നക അഫ്വ് തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. നീ മാപ്പല്ലേ അല്ലാ. നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനല്ലേ അല്ലാ. അടിമയുടെ പാപം എഴുതി വെച്ച എഴുത്ത് മാച്ച് കളയുന്നവൻ നീയല്ലേ അല്ലാ. അത് പൊറുത്താൽ പോരാ, ആ തെറ്റ് ചെയ്തവനാണ് എന്ന അടയാളം ഞങ്ങളുടെ മുഖത്ത് കാണാതെ ആ അടയാളവും നീ മാച്ച് കളയണ്ട. നിന്റെ റമളാനിലല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാ. ഞങ്ങളുടെ കണ്ണ് കണ്ടത്, കാത് കേട്ടത്, ശരീരം ആസ്വദിച്ചത്, നാവ് പറഞ്ഞത് പൊറുക്കുമല്ലോ അല്ലാ. നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവർ, ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മൗതാക്കൾക്ക് നീ ഖബറിൽ സ്വർഗീയ ആനന്ദം പരിശുദ്ധ റമളാന്റെ മഹത്വം കൊണ്ട് നൽകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗം തരല്ലേ അല്ലാ. ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ റബ്ബേ നീ തന്ന എല്ലാത്തിലും ബറക്കത്ത് നൽകുക അല്ലാ. ശരീരത്തിന്റെ ആഫിയത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറായ സമ്പാദ്യം കൊണ്ട് അനുഗ്രഹിക്കുക അല്ലാ. ഗൾഫിലുള്ളവർക്ക് നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ. അല്ലാഹുവേ അവരുടെ രക്തം വിയർപ്പാകുന്നു. സമ്പാദ്യമായ അവസാനം നാട്ടിൽ വരുമ്പോൾ കുറെ രോഗങ്ങളും കുറെ ഗുളിക കൂമ്പാരങ്ങളും തീർത്താൽ തീരാത്ത കടങ്ങളും അനുസരണയില്ലാത്ത അച്ചടക്കമില്ലാത്ത കുടുംബങ്ങളും ഞങ്ങളുടെ പ്രവാസിക്ക് അങ്ങനെ വരല്ലേ അല്ലാ. അല്ലാഹുവേ അവിടെ അവർ നഷ്ടപ്പെടുത്തിയതിന് ഖൈർ നീ ദുനിയാവിൽ നൽകണമല്ലാ. ആഖിറത്തിൽ കുടുംബത്തോടൊപ്പമുള്ള സ്വർഗീയ ജീവിതം കൊടുക്കണമല്ലാ. ഞങ്ങളുടെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് ഏറ്റി കൊടുക്കുക അല്ലാ. ഗൾഫിലുള്ള മക്കൾക്ക് ബറക്കത്ത് കൊടുക്കുക അല്ലാ. ആഫിയത്ത് കൊടുക്കുക അല്ലാ. അല്ലാഹുവേ ശരീരത്തിന് സുഖം കൊടുക്കുക അല്ലാ. ഗൾഫിലുള്ള ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, വാപ്പമാർ, സഹോദരിമാർ എല്ലാവർക്കും ഈ ദുആഇന്റെ എല്ലാ അനുഗ്രഹങ്ങളും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ വിറ്റുപോകേണ്ട വസ്തുക്കൾ വിറ്റുപോവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. വിറ്റുപോവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. വിറ്റാലുള്ള നടക്കേണ്ട ആവശ്യം നീ നടത്തി കൊടുക്കണേ അല്ലാ. വിറ്റതിനേക്കാൾ ഖൈർ വാങ്ങാൻ ഭാഗ്യം നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ പൊന്നാര മക്കൾക്ക് അവരുടെ പഠനം കൊണ്ട് 2 ലോകത്തും നീ ഉപകാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനം കൊണ്ട് 2 ലോകത്തും അവർക്ക് ഉപകാരം നൽകണേ അല്ലാ. ലഹരി ഉപയോഗത്തിൽ ഞങ്ങളോ മക്കളോ പോവല്ലേ അല്ലാ. പരസ്ത്രീ ബന്ധത്തിലും വ്യഭിചാരത്തിന്റെ പച്ചയായ സാഹചര്യങ്ങളിലും ഞങ്ങളോ മക്കളോ പോവല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തന്ന ജീവിതത്തിന്റെ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നീ ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ദുആ ചെയ്താൽ ഉത്തരമുള്ള മനുഷ്യനാണ് നീ എന്ന് നീ ഞങ്ങളെക്കുറിച്ച് വിലയിരുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ദുആ ചെയ്താൽ ഞങ്ങളുടെ ദുആഇന് ഇജാബത്ത് വേണമല്ലാ. മാതാപിതാക്കൾ
മാതാപിതാക്കളുടെ ഹയാത്ത് കാലത്ത് മക്കളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. മാതാപിതാക്കൾ ജീവിച്ചിരിക്ക മക്കളെ കൊണ്ട് കണ്ണ് നനയേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, കൊടും ചൂടലും വേനലിലും അല്ലാഹുവേ ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ അവഗണിച്ച് നോമ്പെടുക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ആഫിയത്ത് കൊടുക്കുക അല്ലാ. റമളാൻ പ്രയാസമാവല്ലേ അല്ലാ. റമളാന്റെ കൂലി നഷ്ടപ്പെടുന്ന ഒരു ചിന്തയും ഞങ്ങളുടെ മനസ്സിൽ ഇബ്ലീസ് കൊണ്ടുവരല്ലേ അല്ലാ. തറാവീഹ് നിസ്കാരങ്ങൾ നീ കബൂലാക്കുക അല്ലാ. അല്ലാഹുവേ, അറിവ് കുറഞ്ഞവരാ ഞങ്ങൾ, നിന്റെ ഖുർആനൊന്ന് നിവർത്തി വെക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഓതാൻ അറിയില്ലെങ്കിലും അതിന്റെ വരികളിലേക്ക് നോക്കി നിന്നാൽ ആ കണ്ണുകൊണ്ട് പുണ്യം നുകരാൻ കഴിയുമെന്ന് പറഞ്ഞ ആനുകൂല്യമെങ്കിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ നസീബാക്കുക അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തെ റമളാനി റമളാനാവല്ലേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തെ റമളാനി റമളാനാവല്ലേ അല്ലാ. ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടവർ റമളാൻ ഒന്ന് കഴിഞ്ഞിട്ട് വേണം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സഹോദരനടക്കം പലരുമുണ്ട്. അല്ലാഹുവേ, റമളാന്റെ പോരിശ കൊണ്ടവർക്ക് നീ ഒരു പ്രയാസങ്ങളും വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ. വീട്ടണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വാടകയ്ക്ക് കഴിയുന്നവർക്ക് ഒരു തുണ്ട് മണ്ണ് വാങ്ങാൻ, വീട് വെക്കാൻ, വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. ഭാവിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളും മറ്റു പലരും വീട് വെക്കേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കുക അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നിന്നോട് ചോദിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ കുന്നോളമുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ ഖാദിൽ ഹാജാത്തല്ലേ, നീ മുദബ്ബിറുൽ ഉമൂറല്ലേ. ഖൈർ നിനക്കല്ലേ അറിയോ, നീ ഖൈർ അടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.